അപ്പൊ ഇവര് മുട്ട കാണിച്ച് നമ്മളെ വരട്ടാൻ വന്നിരിക്കുക. നിങ്ങളുടെ അസോസിയേഷൻ ഉണ്ടോ? മുട്ട ഗ്ലോബൽ. മുട്ട ഗ്ലോബലോ? ഇത് കണ്ടപ്പോ എനിക്കൂടെ ഒന്ന് മുട്ട ഗ്ലോബലിന്റെ ലക്ഷ്യം ഒന്ന് അടിച്ചാൽ കൊള്ളാം. നിങ്ങൾക്കൊക്കെ മുട്ട അടിച്ച ആളുകൂടെ ഉണ്ടോ? ആന്നല്ലേ? എന്തുവാ ലക്ഷ്യം നിങ്ങളുടെ? മോളെ കുട്ടി മോള് ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുക. മോളുടെ പേരെന്താ? എന്താ പേര്? സാറാ. സാറാ. ആ, അവിടെ എന്തായാലും മുട്ട അടിക്കണ്ട. ഓക്കെ. അപ്പൊ എന്താ നിങ്ങളുടെ ലക്ഷ്യം? നമ്മള് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതിൽ ഞാനൊരു ഫസ്റ്റ് പ്രൈസ് ആക്കി കൊടുക്കുന്നറിയോ? ഇതാ സൂപ്പർ മുട്ട. അതെ, ഒരു ലക്ഷണമൊത്ത മുട്ട. അപ്പൊ എന്താണ് ഈ മുട്ടകൾ ലോകത്ത് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ സേവനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരു അറ്റൻഷൻ കൊടുക്കുക നമ്മുടെ കാര്യം നമ്മളിലൂടെ. പിന്നെ ഈ മുട്ട ഒരു പണ്ട് എന്താ പറയാ ഒരു അപകർഷതാബോധമുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നിരുന്നത് അത് മാറ്റുക. എന്ത് വേഷം ഏത് രൂപം എല്ലാവർക്കും ചേരും എന്നുള്ളത് നമ്മൾ കാണിക്കുക, അതിന് മാറ്റിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങയുടെ മുഖത്ത് ഇപ്പൊ ഞാൻ പ്രതിഫലിച്ചോണ്ടിരിക്കുക. അങ്ങയുടെ ഗ്ലാസ്സിൽ ഇപ്പൊ ഞാനുണ്ട്. താങ്ക് യു വെരി മച്ച്. സന്തോഷം, ചെറിയ കാര്യം. അപ്പൊ നിങ്ങളെല്ലാം നമ്മൾ കോഴിക്കോടേക്ക് വിളിക്കുന്നു. നമുക്കൊരു അൾട്ടിമേറ്റ് വാറല നമ്മള് ഈ 20-ാം തീയതി വൈകുന്നേരം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് വിളിച്ചു പറയും, നോ ഡ്രഗ്സ് നോ വയലൻസ്. താങ്ക് യു. നോ ഡ്രഗ്സ് നോ വയലൻസ്. ഓക്കെ. അപ്പൊ ഒന്നിച്ചെന്ന് പറഞ്ഞാലോ, No drugs, no violence. No violence. Once more. No drugs, no violence. അതാണ് കാശ്മീർ അല്ലേ? ഓക്കെ, താങ്ക് യു. മുട്ട ഗ്ലോബൽ. ഞങ്ങള് 34 രാജ്യങ്ങളിലുണ്ട്. ഇപ്പൊ 1415 പേരുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനിലാണ് തുടങ്ങിയത്. എത്ര പേരുണ്ട്? ഞങ്ങൾ 1412 പേര്. ഒരു 15 പേരെ കൂടെ 24 തരാം. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ലഹരിക്കെതിരെ ഞങ്ങൾക്ക് ബാനറൊന്നും ഉപയോഗിച്ചു തലയിൽ തന്നെ നോ ഡ്രഗ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങളിവിടെ തൃശ്ശൂരൊക്കെ ഇറങ്ങിയിരുന്നു. ദീപക്തർ നമ്മുടെ മധുരയെ പോയിരിക്കുക, അല്ലെങ്കിൽ ഒരാളെ ഇപ്പൊ തന്നെ തന്നു. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളി ഹാപ്പിയാണ്. എന്റെ പേര് ചന്ദ്രപാലൻ. വീട് നടി മഞ്ഞുപര വീടിന്റെ അടുത്താണ്. പുള്ളിലാണോ? ആ, പുള്ളിന്റെ അടുത്ത്. എനിക്ക് 2 മക്കളുണ്ട്. ഇത് ഞാൻ സുരേഷ് ഗോപി ഡയലോഗ് ഓർമ്മിച്ചു. നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്ന കാര്യമില്ല. നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ബൗണ്ടറി നല്ലപോലെ ചെക്ക് ചെയ്യണം. എയർപോർട്ട് ചെക്ക് ചെയ്യണം. റെയിൽവേ സ്റ്റേഷൻ എക്സൈസും പോലീസും RPF എല്ലാം കൂടി ചെക്ക് ചെയ്യണം. അല്ലാതെ ഈ നമ്മൾ വർത്താൻ പറഞ്ഞ കാര്യമില്ല. നമുക്ക് വേണ്ട ആക്ഷൻ വേണം. ഇതൊരു 2 വർഷം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യാം. 2 വർഷം വേണ്ട, 2 വർഷം കൊണ്ട് നമുക്ക് എനിക്കറിയാം. ബീഹാർ, ഒറീസ, ആസാം, ബംഗാൾ ഇതൊക്കെ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിലിറ്ററി പേഴ്സണാണ്. മിലിറ്ററിയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിക്കില്ല. ഗവൺമെന്റ് എടുത്തിരിക്കണം. വേറെ എനിക്ക് പറയാനില്ല. താങ്ക് യു. ഡോക്ടർ വി മനോഹരൻ, തൃശ്ശൂരാണ് വീട്. ഡോക്ടർ എന്ന് പറഞ്ഞു. ഡോക്ടർ ഈ ഡി അഡിക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഹോളി ഫാമിലി ഡി അഡിക്ഷൻ സെന്റർ പാലക്കാട് കണ്ണാടിയിൽ 1 വർഷം വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഈ +1 ഒരു കുട്ടി വന്നായിരുന്നു. അവിടെ ആദ്യമായിട്ട് കഞ്ചാവ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പൊ +1 കുട്ടീനെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി വീട്ടിൽ മദ്യടിച്ച് പിന്നെ വന്നപ്പോഴാണ് വീട്ടുകാരെ ശ്രദ്ധിച്ച് അവർ മദ്യപാനം നിർത്താനായിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോ പറഞ്ഞ അവരുടെ ഗ്രൂപ്പില് 450 രൂപയാണ് ഒരു പൊതി കഞ്ചാവിന്. 450 രൂപയാണ് കഞ്ചാവ് ഒരു പൊതിക്ക്. അത് 15 പേരുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് വിൽക്കുകയാണെന്ന് പറഞ്ഞു. അവിടുത്തെ HM +1 HM ഒരു ലേഡി ആണ്. അപ്പൊ അവിടുത്തെ ഈ കല്ലാച്ചി എന്ന് പറഞ്ഞിട്ട് പൊള്ളാച്ചി അടുത്ത് കേരളത്തിന്റെ ബൗണ്ടറിയിലുള്ള ഒരു സ്കൂളാണ്. അപ്പൊ അവിടെ അവിടുത്തെ ഒരു സ്റ്റുഡന്റ്, ഓൾഡ് സ്റ്റുഡന്റ് ആണ് ഇതിന്റെ വിതരണക്കാരന് പറഞ്ഞു. അത് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവരം അറിയിക്കുകയും അവിടെ കൂടുതൽ ചെക്കിങ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ഇതിന്റെ എല്ലാ സ്കൂളുകളിലും ഈ കൗൺസിലിംഗ് ആൾക്കാർ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇവരുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഈ അഡിക്ഷനും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കും. തുടരുകയാണ്. ഇതിന്റെ 2ാം ഘട്ടമാണ് ഇന്ന് തുടരുന്നത്. വടക്കൻ കേരളത്തിലൂടെ നമ്മുടെ പര്യടനം തുടരും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന തൃശൂർ തേക്കിൻകാട് മൈതാനിൽ നിന്നാണ്. ഇന്നും നാളെയും തൃശൂർ ജില്ലയിലാണ് നമ്മുടെ പര്യടനം. ഏറ്റവും അവസാനം കോഴിക്കോട് ഏപ്രിൽ 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി ഞായറാഴ്ച
വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന മഹാസമ്മേളനത്തിൽ 1 ലക്ഷം പേരുടെ ശക്തി പ്രകടനത്തിൽ നമ്മൾ മയക്കുമരുന്ന് വിതരണക്കാരോട് പ്രഖ്യാപിക്കും കേരളം വിട്ടുപോവുക.